ഇനി നമുക്ക് കാഞ്ഞറ്റത്ത് ചെന്ന് വെള്ളിച്ചായനെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോവാം. വെള്ളിച്ച അമ്മി, ശോചമ്മ, നിഹാലും ഞാനും അതേ പോകണേ. മൂവാറ്റുപുഴ സബേനാശുപത്രിയിലാട്ടോ പോണത്. മൂവാറ്റുപുഴയിൽ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഒരാളുണ്ട് കേട്ടോ. അതാരാന്ന് കാണിച്ചു തരാവേ. ഇന്ന് നല്ല വെയിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്തേ. തൊടുപുഴ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴയിലെത്തി. ഇവിടെ നിന്ന് ഇച്ചിരിയും കൂടി ആണ് കേട്ടോ. വേഴക്കാപ്പള്ളിയിലാണ് ആശുപത്രി. ഇവിടെ റോഡ് പണി നടക്കണ കാരണം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കിക്കേ. നമ്മുടെ കല്യാണ ചേച്ചി പ്രിയാമ്മ അവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ 2 കൊച്ചിനെ കാണാൻ വന്നതാ. അങ്ങനെ നമ്മുടെ കുട്ടിപ്പത്താളത്തിലേക്ക് പുതിയ 2 അതിഥികളും വന്നു. അങ്ങനെ നമ്മുടെ സീസ്മാൻ്റെയും റഞ്ജുവാൻ്റെയും കുട്ടികളെ കാണാനാണ് വന്നേ. അവർക്കൊരു ഇരട്ട കുട്ടികളാട്ടോ ഉണ്ടായത്. ഒരു ബോയ് ബേബി, ഒരു ഗേൾ ബേബി. ബോയ് ബേബി നിഹാലിൻ്റെ, ഗേൾ ബേബി എൻ്റെയാണേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചേക്കണേ. കുട്ടികൾ കുഞ്ഞായതുകൊണ്ട് ഞാൻ അവരെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അവരിച്ചിരി കൂടെ വലുതായി കഴിഞ്ഞ് കാണിച്ചു തരാവേ. കുറച്ച് നേരം നമ്മൾ അമ്മാൻ്റെ കൂടെ കഥയൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് എവിടെ നിന്നായാലും ഫുഡ് കഴിക്കാം. മൂവാറ്റുപുഴയിൽ എവിടെ നല്ല ഫുഡ് കിട്ടണേന്ന് മൂവാറ്റുപുഴക്കാരൊന്ന് കമൻറ്റ് ചെയ്തേ. വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിടണം കേട്ടോ. നിങ്ങൾ യൂട്യൂബിലാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇങ്ങനത്തെ ഒരു വിശേഷങ്ങളും യാത്രകളുമാണ് എൻ്റെ വീഡിയോയിലുള്ളത്. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കൂടെ കൂടിക്കോട്ടോ. ഇതേ തിരിച്ചിറങ്ങിയപ്പോഴും നല്ല വെയിലാട്ടോ. പക്ഷെ നമ്മൾ തൊടുപുഴ എത്തി കഴിഞ്ഞപ്പോൾ പെരും മഴയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. മൂവാറ്റുപുഴ ഒരു ധന്യ ഹോട്ടലിൽ കയറാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. എന്നൊക്കെയാ ഉള്ളതെന്ന് നോക്കട്ടെ. കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ചട്ടിച്ചോറെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാകും. പിന്നെ ചോറും ബിരിയാണിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചോറും ചട്ടിച്ചോറും ബിരിയാണിയും വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇനി ഫുഡ് വരാൻ കാത്തിരിക്കാം. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഇത് ഊണ്ട് കറികളാട്ട് കൊണ്ട് വെക്കണത്. വാ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. 5-6 കൂട്ടം സൈഡ് കറി പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. ചോറ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബിരിയാണി വന്നേ. ഊണിൻ്റെ കൂടെ ഒഴിശ്ശേറിയായിട്ട് സാമ്പാർ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബിരിയാണിയും വന്നു. എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ 2 മീൻ വറുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഴുക് ഫ്രൈയും എയർ ഫ്രൈയും. ഇതാണ് നമ്മുടെ അമ്മ ഓർഡർ ചെയ്ത ഐറ്റം, ചട്ടിച്ചോറ്. ഇതിനകത്ത് 18 കൂട്ടം കറികളും പായസം ഉണ്ടായിരുന്നു. ഓലൻ, അവിയൽ, തോരൻ, മീൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ, ഇഞ്ചിക്കറി, മാങ്ങാച്ചാറ്, മീൻകറി, ബീട്രൂട്ട് മെഴുക്കുവരട്ടി, പായസം. ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ചില സാധനത്തിനൊക്കെ ഉപ്പുറവും ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഉണ്ടാക്കണമല്ലേ, അപ്പം ഇച്ചിരി ഉപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല. പലരും പലതരക്കാരാണല്ലോ. ഇനി നമുക്ക് വീട്ടിലേക്ക്. അങ്ങനെ പ്രിയാമ്മയൊക്കെ കൂത്താത്തോളത്തേക്ക് നമ്മൾ തൊഴിലേക്ക് പോവുക. പിന്നെ പോണ വഴിക്കാണ് നമ്മളൊരു കാര്യം ഓർത്തത്. നാളെ നമ്മുടെ നിഹാലിൻ്റെ ബർത്ത്ഡേ ആണ്.
അപ്പം നമുക്കൊന്ന് ഡൗൺ വരെയും പോവാം. ചെറുക്കന് കുറച്ച് പർച്ചേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ അങ്ങനെ ടാറ്റ ബൈ ബൈ പറയുന്നു. അങ്ങനെ ഹാലിന് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അവന് നാളെ കൊണ്ടുപോകാനുള്ള മിഠായി വാങ്ങിക്കണം. അപ്പം നമ്മൾ മഹാറാണി പോവാന്ന് ഓർക്കണം. നിഹാലിന് ഭയങ്കര ആഗ്രഹമാണ് സ്കൂളിൽ ബർത്ത്ഡേ വരുമ്പോൾ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ. അങ്ങനെ അവൻ്റെ ആ സുദിനം നാളെ എത്തുകയാണ്. പുള്ളി കാത്തിരിക്കുക നാളെ സ്കൂളിൽ പോയി എല്ലാവർക്കും മിഠായി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ആഘോഷമൊന്നും പ്ലാൻ ചെയ്യുന്നില്ല നിലവിൽ. വേറൊരു സർപ്രൈസ് പരിപാടി ഉണ്ട്. അതൊരാഴ്ചക്കൊക്കെ അടുത്ത വീഡിയോയിൽ വരും. അത് നിങ്ങൾ മറക്കാണ്ട് കാണണേ. അങ്ങനെ നമ്മൾ മഹാറാണിയിലെത്തി. അവനങ്ങനെ ടീഷർട്ടും ബനിയനുമാണ് എടുത്തത്. പിന്നെ ഞങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസും 2 വാച്ചും വാങ്ങിച്ചു. അയാളുടെ ഇരിക്കുന്ന ജീൻസാണ് നമ്മൾ വാങ്ങിച്ചതാ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഒരു കൂപ്പണൊക്കെ കിട്ടി. അത് പൂരിപ്പിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. നമ്മൾ ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവുകയാണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയൊക്കെ മറക്കാണ്ട് കാണണേ. ഇനി ഇതുവരെയും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.